എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ നിരന്തരം വാർത്തകളും പത്രങ്ങൾ എടുത്തു നോക്കിയാലും ചാനലുകൾ വാർത്ത ശ്രദ്ധിച്ചാലും നിരന്തരം കേൾക്കുന്നത് CPMൻ്റെ പാർട്ടി ഘടകങ്ങൾ അവരുടെ തോൽവിയെക്കുറിച്ചുള്ള ചർച്ചകളും അതിനകത്തിലെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെയാണ് കാണുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് കാണുന്നതെല്ലാം വിമർശനം പിണറായി വിജയൻ്റെ എതിരെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദന് എതിരെയുമൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഗോവിന്ദൻ രാജിവെക്കണം, പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, ധിക്കാരം, അദ്ദേഹത്തിൻ്റെ തെമ്മാടിത്തരം, ഇതേപോലൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പാർട്ടിയുടെ തോൽവിക്ക് കാരണം എന്ന് വിമർശനം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയുമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം എന്നും പാർട്ടിയിൽ ആവശ്യം ഉയരുന്നുണ്ട്. എന്നിട്ട് അവർ പാർട്ടിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ പ്രായപരിധി വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മാത്രമാണ് പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചത് പിണറായി വിജയന്, ഈ പ്രതിപക്ഷ നേതാവാകാനോ ഒന്നും അല്ല എന്ന് പറഞ്ഞ് വിമർശനം വരുന്നുണ്ട്. പക്ഷേ പാർട്ടി മൈൻഡ് ചെയ്യുന്നില്ല, പിണറായി വിജയനും മൈൻഡ് ചെയ്യുന്നില്ല. പാർട്ടി പ്രവർത്തകരോട് ഓടാകൂലെ നിൻ്റെയൊക്കെ വിമർശനം എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് പാർട്ടി നേതൃത്വം ഉൾപ്പെടെയുള്ളത് അണികൾക്ക് നേരെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് കാരണം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ക്യാബിനറ്റ് പദവിയാണുള്ളത്. ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ പദവിയാണ് പ്രതിപക്ഷ നേതാവിന്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്കറിയാം ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ സ്വർണ്ണക്കടത്ത്, അത് ഇദ്ദേഹം തന്നെയല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില മന്ത്രിമാർക്കെതിരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, ഇദ്ദേഹം ക്യാബിനറ്റ് പദവി ഒഴിവാകാതിരിക്കുന്നതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹം മിക്കവാറൊക്കെ നിരന്തരം വിദേശത്ത് പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് പദവി ഇല്ലാതെ ഇദ്ദേഹം വിദേശത്ത് പോവുകയും തിരിച്ചു വരികയും ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റംസിൻ്റെ ചെക്കിങ് വളരെ വലുതായിരിക്കും. ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടി ഒന്നും കൊണ്ടുവരാനൊന്നും കഴിയത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ പ്രതിപക്ഷ നേതൃപദവി ഒഴിയാൻ തയ്യാറാകാത്തത്, അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് തന്നെ മനസ്സിലാകും. അത് പറയാൻ കാരണം ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ, ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടി നടത്തിയിട്ടുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ തന്നെയാണ് പ്രധാനം. മകനെ കാണാനാണെന്നും ഈ ചികിത്സയ്ക്കാണെന്നും പറഞ്ഞു പോകും. എന്ത് ചികിത്സയ്ക്കാണെന്നൊരു പിടിയില്ല, എന്ത് അസുഖത്തിനാണെന്നും ഒരു പിടിയില്ല. ചികിത്സയ്ക്കാണെന്നും പറഞ്ഞ് പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഭാര്യയും മകളെയും കൊച്ചുമകനെയും പരിവാരങ്ങളെ മൊത്തവും കൊണ്ടുപോയിട്ട് പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഏതോ ജോലി ചെയ്യുന്ന മകൻ്റെ അടുത്തും പോകും. എന്നിട്ട് ഈ പോകുന്ന ഇതെല്ലാം ദുരൂഹമാണ്. ഈ ചികിത്സയ്ക്ക് പോകുന്നത് പറഞ്ഞതും ദുരൂഹതയാണ്. എന്നുവെച്ചാൽ എന്ത് അസുഖത്തിനാണെന്നോ എവിടെയാണ് ചികിത്സ എന്നൊന്നും ഒരു പിടിയുമില്ല. മകൻ്റെ അടുത്ത് പോകുന്നത് ഇതേപോലെ തന്നെ. ഈ ചികിത്സയ്ക്ക് പോകുന്ന ആൾ എന്തിനീ കൊച്ചുമക്കൾ ഉൾപ്പെടെയുള്ള പരിവാരങ്ങളെ കൊണ്ട് പോകുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മൾ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അദ്ദേഹം അതിനൊന്നും മറുപടി അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമില്ല. പാർട്ടി തന്നെ ഇത്രയും വിമർശനമുണ്ടായിട്ട് ഈ പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് തുടരാൻ അനുവദിച്ചത് പാർട്ടിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ യാത്രകളിൽ നിന്ന് ഗുണം ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. വസ്തുത ഇതായിരിക്കെ എന്തിനാണ് ഈ പത്രമാധ്യമങ്ങൾ ഈ വിമർശനത്തിൻ്റെയൊക്കെ വെറുതെ ദിവസവും ഇങ്ങനെ ഈ വാർത്തകൾ കൊടുത്ത് ജനങ്ങളെ ബോറടിപ്പിക്കുന്നത്? ജനങ്ങൾ പത്രം വരുത്തുന്നത് അല്ലെങ്കിൽ ചാനൽ തുറന്ന് TV കാണുന്നത് അവരെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാജ്യത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ ബാധിക്കുന്ന വാർത്തകൾ കാണാനും വായിക്കാനും ഒക്കെയാണ്. അതിന് പകരം ഒരു പ്രയോജനവുമില്ലാത്ത ഇത്തരം
ഈ തട്ടിപ്പും തരികിട വിമർശനങ്ങളും പ്രസ്താവനകളും ഒക്കെ അച്ചടിച്ച് വിട്ടും വായിച്ച് കേൾപ്പിച്ചും നമ്മളെയെല്ലാം ബോറടിപ്പിക്കുകയാണ്. അത് കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഇത്രയും പൈസ കൊടുത്ത് പത്രം മേടിക്കുന്നു, അവരെ ഒരു മുഷിച്ചിലുണ്ടാക്കാതെ നോക്കേണ്ടത് പത്രമാധ്യമങ്ങൾ തന്നെയാണ്. പാർട്ടി പത്രം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അവരുടെ പാർട്ടി പത്രം മേടിച്ച് വായിച്ചാൽ ഈ വിമർശനത്തിൻ്റെ ഒന്നും നമുക്ക് വായിക്കേണ്ടി വരത്തില്ല. വ്യാജ വാർത്തകളാണെങ്കിൽ കൂടിയും ഇത്ര ബോറടിക്കാതെ വ്യാജ വാർത്ത വായിച്ച് നമുക്ക് സന്തോഷിക്കാമെന്ന് എങ്കിലും നമുക്ക് ഒരു ചിന്ത വരും. നിഷ്പക്ഷ മാധ്യമങ്ങളെന്ന് പറയുന്നവരാണ് ഇതേ രീതിയിൽ, അതും മറ്റു പലതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇവരിത് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഒരുപാട് സുപ്രധാന കരാറുകൾ ഒപ്പുവെച്ചു. വിവിധ രാജ്യങ്ങളുമായിട്ട് ഉള്ള സഹകരണം ശക്തിപ്പെടുത്തി. ഇതിനെയൊന്നും ജനമധ്യത്തിൽ എത്തിക്കാൻ തയ്യാറാകാതെയാണ് ഇവർ. അത് പിന്നൊരു കാര്യമുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾ മൊത്തം ഈ BJP വിരുദ്ധ മാധ്യമമായതുകൊണ്ട് അങ്ങനെ വരൂ എന്നുള്ള കാര്യം നമുക്കറിയാം. സത്യം നമ്മൾക്ക് സ്നേഹപരമായിട്ടുള്ള ദേശത്തിനെ ബാധിക്കുന്ന വാർത്തകൾ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങൾ കാണേണ്ട അവസ്ഥയാണെന്നുള്ളത്. കേരളത്തിലാകെ ഇതേപോലെ ദേശീയമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു ചാനലെന്ന് പറയുന്നത് ജനം ചാനലാണ്. അതിനകത്തിൽ മാത്രം ഇങ്ങനെ ദേശീയതയ്ക്ക് വേണ്ടിയുള്ള ദേശവിരുദ്ധതയില്ലാത്ത വാർത്തകൾ നമുക്ക് വായിക്കാം എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും നമുക്ക് നിഷ്പക്ഷമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് എത്തിച്ചേരുന്നില്ല. മനോരമയുടെ കൂട്ടുള്ള ദേശവിരുദ്ധ ചാനലുകൾ അവർക്ക് പല അജണ്ടകളുമുണ്ട്. അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കൊണ്ടുവരിക, ഡീപ് സ്റ്റേറ്റിൻ്റെ ജോർജ് സോറോസുമായിട്ട് ബന്ധമുള്ള ആളാണ് ഈ മനോരമയുടെ ഒരു മുതലാളി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഈ ജയന്ത് മാമൻ അങ്ങനെ കണ്ട അയാളുടെ പേര് പറയുന്ന അയാൾക്ക് ഈ ജോർജ് സോറോസുമായിട്ടൊക്കെ ബന്ധമൊക്കെ ഉണ്ടെന്നാണ് ആരോപണമുള്ളത്. അത് സത്യമാണോ? സത്യമായിരിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ളവരുടെ ചാനലുകൾ നിരന്തരം ഇതേപോലുള്ള കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകളും കൊടുത്ത് ഈ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാതെ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് കുതിപ്പേകുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടല്ലോ, അതിനെ പിന്തുണയ്ക്കാതെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഉയർത്തിക്കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആണ് ഇവരുടെ എല്ലാ ശ്രമം. അതുകൊണ്ട് അവർ ഈ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ ആ ഉദ്ദേശത്തെക്കുറിച്ച് പോലും വ്യക്തമായിട്ട് ജനങ്ങളിൽ എത്തിക്കത്തില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതൃപദവി ഒഴിയാത്തത് എന്നുള്ള കാര്യം, അത് കൃത്യമായിട്ടുള്ള കാര്യം പത്രമാധ്യമങ്ങളൊന്നും, കേരളത്തിലെ പത്രമാധ്യമങ്ങളൊന്നും ജനങ്ങളുടെ മുന്നിലെത്തിക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി തികച്ചും ധനസമ്പാദനം എന്നുള്ളതല്ലാതെ ഈ ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ടുള്ള ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്യാറില്ല. ഇനിയും ചെയ്യാനും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ടും അദ്ദേഹം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ശരിക്കും സംസാരിക്കാൻ പോലും ഉള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഇദ്ദേഹം ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇദ്ദേഹം നടത്തുന്ന ഓരോ വിദേശ യാത്രകളെയും, നടത്താൻ സാധ്യതയുള്ള ഓരോ വിദേശ യാത്രകളെയും ജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. അതുമാത്രമാണ് ഈ യാഥാർത്ഥ്യവും സത്യവും തിരിച്ചറിയാൻ നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.